തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനമുണ്ടായി. പാർട്ടി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭയെ പ്രതിക്കൂട്ടിലാക്കി എന്നാണ് വിമർശനമുയർന്നത്. ഈ വിഷയം തീ കൊളുത്തി വിട്ടത് കടകംപള്ളിയാണെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തി. വിഷയം അതീവ ഗൗരവമുള്ളതാണെന്നായിരുന്നു സെക്രട്ടറിയുടെ വിലയിരുത്തൽ. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ, കടകംപള്ളിയെ കാര്യമായിട്ട് വിമർശിച്ചോ ആളുകൾ? സംസ്ഥാന നേതൃയോഗങ്ങളിൽ കടകംപള്ളിക്കെതിരെ കാര്യമായ വിമർശനമുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ തലസ്ഥാനത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം മേയറെ ഇരുത്തിക്കൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതോടുകൂടിയാണ് പാർട്ടിക്കുള്ളിൽ വിവാദങ്ങൾക്ക് തുടക്കമായത്. പിന്നാലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പൊതുവേദിയിൽ ഇതിന് മറുപടി പറയുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു, നേരത്തെ വാർത്തയാവുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അക്കാര്യത്തിൽ അതൃപ്തി CPM സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കമുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നതുമാണ്. ഇപ്പോൾ അതിന് നേർ വിപരീതമായിട്ടാണ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ കാര്യങ്ങൾ നടന്നത്. റോഡ് പണി വിവാദവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതീവ ഗൗരവമുള്ളതാണെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിന് പിന്നാലെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ കടകംപള്ളിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായി പോയി മുതിർന്ന നേതാവായ കടകംപള്ളി സുരേന്ദ്രനുണ്ടായ പ്രസ്താവന എന്ന അഭിപ്രായമുയർന്നു. മുതിർന്ന നേതാവിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത നടപടിയായി പോയെന്നും ചില വിമർശനം ഉയർന്നു. ഇങ്ങനെ പോകുന്നു കടകംപള്ളിക്കെതിരായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശനങ്ങൾ. 3 വർഷമായി മുടങ്ങിക്കിടന്ന പണി 3 മാസം കൊണ്ട് തീർക്കാൻ ലക്ഷ്യമിട്ട് അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിനിടയ്ക്ക് വിമർശനം ഉന്നയിച്ച കടകംപള്ളിയുടെ നടപടിയാണ് വാക്പേരിന് തുടക്കമിട്ടതെന്ന് ചില അംഗങ്ങൾ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സെക്രട്ടേറിയറ്റ് വിമർശനം ഉണ്ടായി എന്ന വാർത്ത പാർട്ടി നേതൃത്വം തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഈ വാർത്തയെ എങ്ങനെ CPM നേതൃത്വം നേരിടും എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ.